എന്നെ വളരെ നൈസായിട്ട് പരിചയപ്പെടുത്തി. പേര് ബിജു, ബിജു ബി കെ. ഞാൻ പ്രോപ്പർ കോഴിക്കോട് ജില്ലയിൽ അറിയോ? അവിടെ ബാലുശ്ശേരി എന്ന് കേട്ടിട്ടുണ്ട്. ബാലുശ്ശേരി, പേരാമ്പ്ര, കൊയിലാണ്ടി എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അതിന് നടുവിലൊരു സ്ഥലമുണ്ട്, നടുവണ്ണൂർ എന്ന് പറയും. അവിടെയാണ് ജനിച്ചത്. ഈ ഒരു മേഖലയിലേക്ക് എത്തിപ്പെടാനുള്ള ഭാഗ്യം എനിക്കുണ്ടായത്. എന്നെ മാർക്കറ്റിങ്ങും നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിന്റെ എല്ലാം ആദ്യാക്ഷങ്ങൾ എന്നെ പഠിപ്പിച്ച എൻ്റെ എല്ലാമായ കമ്പനിയുടെ WTC ലീഡർ, ഞങ്ങളുടെ എല്ലാമായ ബെല്ലി സാറിന് ഞാൻ നന്ദി ആദ്യമേ അർപ്പിക്കുകയാണ്. ജീവിതത്തിൽ അധിക വരുമാനം ഉണ്ടാക്കാൻ എന്തുണ്ട് വഴി? അതെപ്പോഴാണ് നമുക്ക് തോന്നുക? എനിക്ക് ജോലി കിട്ടിയ ശേഷമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അധിക വരുമാനം ഇനിയും വേണം. മനുഷ്യൻ്റെ ഒരു ഏറ്റവും വലിയ വീക്ക്നെസ് ആണ് എത്ര കിട്ടിയാലും തികയോ. 10 കിട്ടിയാൽ 100 കിട്ടണം, അങ്ങനെ അടുത്തേക്ക് പിടിക്കണം. അങ്ങ് മനസ്സിലേക്ക് അങ്ങെത്തില്ല. ആ സമയത്താണ് നിലവിൽ ഞാൻ ഇലക്ട്രോണിക്കിന്റെ വെയിൻ മെഷീനിൽ തൂക്കുന്ന മെഷീൻ കണ്ടിക്കോ, ലോറി വെയ് പിടിച്ച് പാക്കിംഗ് മെഷീൻ്റെ കമ്പനിയിൽ കൊച്ചിയിലായിരുന്നു എൻ്റെ ചെറിയ പ്രായത്തിൽ. 19 വയസ്സുള്ള സമയത്ത് മാർക്കറ്റിങ്ങിൽ അന്ന് എന്നെ പഠിപ്പിച്ച ലീഡറാണ് നമ്മുടെ ഇപ്പോഴത്തെ ബെല്ലി സാർ. അന്ന് ഞാൻ ആ കമ്പനിയിലേക്ക് വരുമ്പോൾ ഞാൻ എൻ്റെ ബോസിനോട് ഒറ്റ കാര്യം ഇന്റർവ്യൂ ആവശ്യപ്പെട്ടത്, ഇത് നല്ലതായിരിക്കണം. ഇലക്ട്രോണിക്സ് ആണ് പ്രത്യേകിച്ച്. ഞാനുള്ള സ്ഥലം എവിടെയാ? കൊച്ചിയിലാണ്. അവിടെ ഇത് പറയുമ്പോൾ ഇത് നല്ലതല്ലെങ്കിൽ എൻ്റെ ബന്ധം പോയി പോകും. അതുകൊണ്ട് ഇത് നല്ലതാണോ? നിലവിൽ എത്ര വില കൂടിയ സാധനമാണെങ്കിലും എനിക്ക് വിഷയമൊന്നുമില്ല, നല്ലതായിരിക്കണം. അപ്പം ബെല്ലി സാർ ചെയ്ത കാര്യമുണ്ട്. സർവീസർമാരെ വിളിച്ചിട്ട് ഈ മെഷീനുള്ളിലെ എല്ലാ പാർട്സും കഴിച്ചിട്ട് അനലൈസ് ചെയ്ത് കാണിച്ചു തന്നു. എന്തുകൊണ്ട് ഇതിന് ഇത്ര വില വരാൻ കാരണം, എന്തുകൊണ്ടുള്ള ചോദ്യത്തിന് ഉത്തരം തന്നു. അന്നൊരു തീരുമാനമെടുത്തു. MD പറഞ്ഞത് 3 മാസം നിങ്ങൾ ഫീൽഡിലേക്ക് പോകുന്നു, ഒരു റിസൾട്ടും വരില്ല എന്ന് പറഞ്ഞു. അങ്ങനെ മാർക്കറ്റിങ്ങിൽ ആദ്യമായിട്ട് കൊച്ചിയിൽ ഒന്നും അറിയാത്ത ഞാൻ വിചാരിച്ചു കൊച്ചി എന്ന് പറഞ്ഞാൽ എന്തൊക്കെയോ ഒരു പ്രതീക്ഷയിൽ മുൻവിധി വെച്ച് നിൽക്കുന്ന ആളായിരുന്നു. അവിടെ പോയ സമയത്ത് അറിയുന്നത് കോഴിക്കോടിനെക്കാട്ടും ചൂട് അവിടെ കൂടുതലാണ്. പിന്നെയോ ഉറങ്ങാൻ പറ്റുമോ? കൊതുകേ ഉള്ളൂ. എൻ്റെ വീട്ടിലെ അമ്മ പോലെ എനിക്ക് നമ്മൾ ചോറ് വാരിത്തില്ല എന്ന് പറയുന്നില്ലേ, അങ്ങനെ വളർന്ന ഞാൻ കൊച്ചിയിലെത്തി ഒരു വിഷമം അനുഭവിച്ചു. 2ാമത്തെ ദിവസം ഞാൻ റിസൈൻ ചെയ്യാൻ തീരുമാനിച്ചു. ഒരു രക്ഷയില്ല. ഫീൽഡിലേക്ക് പോയി കഴിഞ്ഞാൽ എന്താണ് അവസ്ഥ? മാർക്കറ്റിംഗ് അസാധ്യ റിസ്ക് ആണ്. അപ്പം ഞാൻ തീരുമാനിച്ചു, റിസൈൻ ചെയ്യാൻ തീരുമാനിച്ചു. അവിടെ നിന്നാണ് തിരിച്ചറിവ് വന്നത്. നമുക്ക് വിഷമം അനുഭവിക്കുമ്പോൾ നമ്മൾ പഴയ കാലത്തിലേക്ക് ചിന്തിച്ചു. അവിടെ നിന്നാണ് എനിക്ക് ഏറ്റവും വലിയ വിഷമം തോന്നിയ ഒരു വാക്ക്. പഠിക്കാൻ പറഞ്ഞ സമയത്ത് പഠിക്കാതെ കളിക്കാൻ പോയ സമയത്ത് ഫാദറൊക്കെ അമ്മയില്ലേ, മദർ, അവർ പറഞ്ഞൊരു വാക്കുണ്ട്, കണ്ണിന്ന് ചോര വരുന്നുള്ളൊരു വാക്ക്. അതെനിക്ക് മനസ്സിലായി. നമുക്ക് ഏതെങ്കിലും ഒരു ബെറ്റർ ജോബ് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? പഠിക്കണം. പഠിക്കുന്ന സമയത്ത് പഠിച്ചോളണം. ആ വാക്കൊക്കെ തോന്നി. അവിടെ ഞാൻ ഒരു തീരുമാനമെടുത്തു. എന്തൊക്കെ പറഞ്ഞാൽ ഇത് പഠിക്കാൻ അങ്ങോട്ട് തീരുമാനിച്ചു. ആ കമ്പനീനെ, പ്രൊഡക്റ്റിനെ, അതിൻ്റെ കാര്യങ്ങൾ പഠിച്ചിറങ്ങി. ഒരു കമ്പനിയിൽ 6 വർഷം മാർക്കറ്റിംഗിൽ ഏറ്റവും ടോപ്പ് നിൽക്കുന്ന സമയത്താണ് നിങ്ങൾ ഒരിക്കലും വിശ്വസിക്കാൻ ഇഷ്ടപ്പെടാത്ത, കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന ആശയം. അധിക വരുമാനം എന്തുണ്ട് വഴി എന്ന് ചിന്തിച്ച് ഞങ്ങൾ നിൽക്കുന്ന സമയത്താണ് ടൈം ലിമിറ്റും ടാർഗറ്റും ഏരിയ ലിമിറ്റും ബോസും ക്വാളിഫിക്കേഷനും ഒന്നും ഇല്ലാതെ പ്രവർത്തിച്ചാൽ എത്ര വേണമെങ്കിലും മാറ്റം ഉണ്ടാക്കാൻ പറ്റിയ കൺസെപ്റ്റാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്നും അത് കേൾക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്ന ആരാ അറിയോ? ബെല്ലി സാറ്. എറണാകുളത്ത് പാലാരിവട്ടം എന്നൊരു സ്ഥലമുണ്ട്. ആ സ്ഥലത്തിന്റെ ടെമ്പിൾ ഹാളിൽ പോയിട്ട് നീ കേൾക്കണം. ഇപ്പൊ ഇവിടെ വന്ന് ഇരിക്കുന്ന ആളുകള് എത്ര പ്രാവശ്യം വിളിച്ചിട്ടാ വന്നത്? എന്തുകൊണ്ടാ വന്നത്? ബന്ധം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി വന്നല്ലേ? ഇവിടെ വന്നിരിക്കുമ്പോ മനസ്സ് തുറക്കുവോ? പിന്നെയല്ലേ കൈയടിക്കല്? നിങ്ങൾ ദേഷ്യത്തോടു കൂടി പൈസ നഷ്ടപ്പെട്ടു പോകുമെന്ന് പേടിച്ചല്ലേ ഇരിക്കുന്നത്? എന്തുകൊണ്ട് നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിനെ പേടിക്കുന്നു? ചുമ്മാ പേടിക്കോ? ഒരു കാര്യത്തെ പറ്റി നമ്മൾ പേടിക്കുന്നുണ്ടെങ്കിൽ എന്തോ ഒരു കാര്യമില്ലാണ്ട് പേടിക്കോ? എന്തുകൊണ്ടാ പേടിക്കുന്നത്? എത്ര കുഴിയില് എത്ര പ്രാവശ്യം ഒരേ വ്യക്തികൾ തള്ളിയിട്ടു? എപ്പം തുടങ്ങിയതാ? നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് ആട് പ്രസവിക്കുമ്പോൾ കൂടുതൽ കൊച്ചിങ് ഉണ്ടാവും എന്ന് പറഞ്ഞ മലപ്പുറം ജില്ലയിൽ ഒരുപാട് ആൾക്ക് പൈസ വരുന്നുണ്ട്. ആട്, മാഞ്ചിയം, തേക്ക് ഓർമ്മയുണ്ടോ? ഗ്രീൻ ഗ്ലോറി എന്നൊരു കമ്പനി വന്നു. സിഫിനെറ്റ്, തൈക്കൂൺസ്, നാനോ, എക്സൽ സൂപ്പർ മാർക്കറ്റ് വരുമെന്നും പറഞ്ഞിട്ട് എല്ലാ പഞ്ചായത്തിൽ നിന്നും പിരിവെടുത്തി. വിസയർ എന്ന കമ്പനി
ടൈക്കൂൺസിൽ ഗൾഫിൽ പോയ ഏകദേശം ആൾക്കാർക്കും പൈസ പോയിട്ടുണ്ട്. ഇങ്ങനെ പഞ്ചാര വർത്താനം പറഞ്ഞ് എങ്ങനെയൊക്കെ പറ്റിക്കുക. അതിൽ ഏറ്റവും സംഭവിച്ച ക്യാമ്പസിലെ പിള്ളേരും പറ്റിച്ചു. ബെൻസും BMW കാണിച്ച് മോഹിപ്പിച്ച് പറ്റിച്ചു. സ്മാർട്ട് വേ എന്ന കമ്പനി ലോകത്തിലെ ഏറ്റവും വലിയ കമ്പനി എന്നാ പറഞ്ഞത്. അതില് നിലവിലുള്ള ഉദ്യോഗസ്ഥന്മാരുണ്ടല്ലോ, FD ഉണ്ടാവൂലേ, റിട്ടയർഡായ അവരെയും പറ്റിച്ചു. അവരോട് പറഞ്ഞെന്താ അറിയോ, നിങ്ങളുടെ നിലവിലുള്ള പൈസ ബാങ്കിൽ നിന്ന് ഇവിടെ തരികയാണെങ്കിൽ, ഇവിടത്തെ ലിസ്റ്റ് തരികയാണെങ്കിൽ 6 മാസം കൊണ്ട് ഇരട്ടിയാക്കി തരാം. ഓർമ്മയുണ്ടോ? കൊച്ചിയിലെ കമ്പനിയാ ലിസ്റ്റ്. അങ്ങനെ 4 ലക്ഷം ആൾക്കാർ പൈസ ഇട്ടു. 4 ലക്ഷം ആൾക്കാരുടെ പൈസ എന്തായി? 6 ലക്ഷം ആൾക്കാരുടെ പൈസ ഇരട്ടിയായി. 4 ലക്ഷം ആൾക്കാരുടെ പൈസയോ ഗോവിന്ദ. ഇങ്ങനെ ലെവലിലേക്ക് ഏതൊക്കെ ലെവലില് ട്രേഡിങ്ങിന്റെ പേരില്, കോയിന്റെ പേരിൽ എന്തൊക്കെ ലെവലില് പറ്റിക്കാൻ കോവിഡ് ശേഷം 98 കമ്പനി കൂട്ടി. അതിൽ ഏറ്റവും വിഷമം സംഭവിച്ചെന്താ അറിയോ? നല്ല കമ്പനി, ലക്ഷണമൊത്ത കമ്പനി വന്ന് വർക്ക് ചെയ്തു. അതിൽ വർക്ക് ചെയ്ത നല്ല പ്രൊഫൈല്, നമ്മുടെ നാട്ടിലുള്ള ഏത് പ്രൊഫൈല്? നന്നായിട്ട് പഠിച്ച് ഒരു മേഖലയിൽ ഏറ്റവും മുകളിൽ കയറിയ ഡോക്ടറും എഞ്ചിനീയറും വക്കീലന്മാരും ചെയ്തിട്ട് വരുമാനവും കിട്ടിയില്ല. അവിടെ എന്താ പ്രശ്നം ഉണ്ടായത്? കമ്പനീന്റെ പൈപ്പാണോ? പ്രൊഡക്റ്റിന്റെ പൈപ്പാണോ? ഇൻകം പ്ലാൻ, വരുമാനം കിട്ടിയില്ല, സപ്പോർട്ടിങ് ഒരു പരിധിയുണ്ട്. അങ്ങനെ വിഷമം ആയതുകൊണ്ട് തന്നെ ഇതും അതുപോലെ തന്നെയാണ്. ഏത്? ഇതും അതുപോലെ തന്നെയാണെന്ന് ധരിച്ച് മുൻവിധി വെച്ചിട്ടല്ലേ ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങൾ മനസ്സോടൊന്ന് കേട്ടോ, ഇത് ശരിക്കും മനസ്സോടൊന്ന് കേട്ടോ, കേൾക്കണം. എനിക്കൊരു റിക്വസ്റ്റ് അതാ. നിങ്ങൾ ആഗ്രഹിച്ചാൽ എവിടെയും എത്താൻ പറ്റുന്ന ഒരു അവസരം, ലോകത്തിലെ ഏറ്റവും നല്ല അവസരം എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതിനെ പറ്റിച്ചത് ഭാഗ്യമാണ്. 1 പ്രാവശ്യമല്ല 10 പ്രാവശ്യം കേട്ടാലും ഇത് ബോധ്യപ്പെടരുത്. ബോധ്യപ്പെടും അതാളിലൂടെ. അത് ഇനി വരാൻ പോകുന്നത്, ഇതിന്റെ പഠന റിപ്പോർട്ട് വരുന്ന യൂത്ത് ഇല്ലേ, നിങ്ങളുടെ നാട്ടിൽ നിങ്ങൾ ബഹുമാനിക്കുന്ന മക്കൾ 18 വയസ്സ് 19 വയസ്സ് 20 വയസ്സുള്ള നിലവിൽ നന്നായിട്ട് പഠിച്ച് അവര് വന്നിട്ട് പറയും, മക്കളെ, കാരണം ടെക്നോളജി അവരാ പഠിച്ചത്, നമ്മളോ കമ്പ്യൂട്ടറിനെ തന്റേതാക്കിയ ആളെ പേരെന്താ? ബിൽ ഗേറ്റ്സ്. അയാൾ ആരാ അറിയപ്പെടുന്നത്? ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരൻ. അതിൽ പങ്കാളിയായി, അതിനെ പഠിച്ച് എഞ്ചിനീയർ ആയില്ലേ, സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് പങ്കാളിയായി. ഈ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ആശയത്തെ ഇന്ത്യ രാജ്യത്തും ലോകത്തും വലിയ മാറ്റം ഉണ്ടാവുന്നു. ഇന്ത്യയിലെ ഇരുമ്പ് ഉരുക്ക് വ്യവസായികള് 10-25 വർഷം മുമ്പേ മുൻകൂട്ടി കണ്ട് അതിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്ത് നെറ്റ്വർക്ക് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുക. ഇതിന്റെ ഗ്രൂപ്പ് ആരാ? BB നാരായണനാണോ? ആണോ? ഇതിന്റെ MD ആരാ? അങ്ങനെയല്ലേ പഠിക്കേണ്ടത്. ഇത് ആര് നടത്തുന്നു? ഇത് ഇന്ത്യൻ കമ്പനിയാണോ വിദേശിയാണോ? വസ്തുത വെച്ച് പഠിക്കണം. അഭിപ്രായം ചോദിച്ച് ചെയ്യേണ്ട പണിയല്ല. നിങ്ങൾക്ക് വിശ്വാസം ഇല്ലാണ്ട് ഒരു പേസ്റ്റ് പോലും മേടിക്കരുത്. ഇങ്ങനെ പറ്റിച്ചതുകൊണ്ടല്ലേ പേടിക്കുന്നത്. ഈ കമ്പനി ആരാ? അമേരിക്കൻ പ്രസിഡന്റിന്റെ അളിയന്റെ സ്വന്തം കമ്പനിയാണ്, ലോകത്തിലെ ഏറ്റവും വലിയ കമ്പനിയാണ് എന്നൊക്കെ പറഞ്ഞല്ലേ പൈസ പോയത്. ഈ കമ്പനി ആര് നടത്തുന്നു? ഇന്ത്യൻ കമ്പനിയാണോ? ആണോ? അത് മനസ്സിലാക്കണം. ഇതിന്റെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ആര്? ഏത് മേഖലയിൽ നിന്ന് വരുന്നവര്? അവരുടെ പാരമ്പര്യം എന്താ? BBA നാരായണനായിട്ട് അടിച്ചു നോക്കും. നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യൂ. ഞാൻ ചെയ്ത പണിയതാ. ഇനി ഒരു കുഴിയിൽ വീകാൻ പാടില്ല. ഈ മേഖലയ്ക്ക് വേണ്ടി എന്റെ 2011 ശേഷം 2 വർഷം തിരുവനന്തപുരവും നിരാഹാരവും രാജ്യവും മാർച്ചും പാർലമെന്റും അടിയും പിടിയും പ്രശ്നങ്ങൾ നടന്നു. ചിന്താവ വിളിച്ചാൽ തിരിച്ചു വിളിച്ചാൽ ഒരാൾ പോലില്ലായിരുന്നു. പോലീസ് അറസ്റ്റിലെ ജാമ്യങ്ങളുടെ സമയം ഉണ്ടായിട്ടുണ്ട് 2014. മൊത്തം ബാൻ ചെയ്തിട്ടുണ്ട് ഇത്. അന്ന് ഞങ്ങൾ റോഡില്ല. ഇത് പലരും ബിസിനസ് ചെയ്യുന്നത് 3 വഴിയായിട്ടാ. താൽക്കാലിക ലാഭത്തിന് വേണ്ടി എളുപ്പത്തിൽ പൈസ കിട്ടുമെന്ന് വിചാരിച്ച് വരുന്ന ആളുകളാ. എളുപ്പത്തിൽ പൈസ കിട്ടുമോ? നിങ്ങളെ മക്കൾ നന്നായിട്ട് പഠിച്ചിട്ട് MBA കഴിഞ്ഞവനൊക്കെ മാർക്കറ്റിംഗ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്നില്ലേ? അവൻ എത്ര ഹാർഡ് വർക്ക് ചെയ്ത് എത്ര ശമ്പളം കിട്ടും? മാർക്കറ്റിംഗ് കമ്പനിയിൽ ഏത് മാർക്കറ്റിംഗ് ആണെങ്കിലും, ഏത് വണ്ടി വിൽക്കുകയാണെങ്കിലും, ഏത് കച്ചവടമാണെങ്കിലും പണം പ്രധാന ഘടക. എത്ര ശമ്പളം ഉണ്ട്? കല്യാൺ ജ്വല്ലറിന്റെ സ്റ്റാഫ് മിനിമം 20 കസ്റ്റമറെ കണ്ടോളണം. 20 കസ്റ്റമറെ കാണണം. അത് 18 ആയി പോയാലോ അവിടെ ഇരിക്കുന്ന മാനേജറെ പുറത്തു പോയിട്ട് 20 ആക്കി വരാൻ പറയും. ഒരു ദിവസം കേട്ടോ, 26 ദിവസം എന്നൊക്കെ ചെയ്യണം. അവിടെ 26 ദിവസം ഫീൽഡിൽ പോയിട്ട് ആ ബിസിനസ് ഒന്നും ഇല്ലെങ്കിലോ
1 മാസം 2 മാസം 3 മാസം ജോലി പോവും. അതുകൊണ്ടാണ് റിസ്ക് എടുക്കുന്നത്. ഇവിടെയോ ടൈം ലിമിറ്റും ഇല്ല, ടാർഗറ്റും ഇല്ല, ഏരിയ ലിമിറ്റും ഇല്ല, ഒരു കണ്ടീഷൻസും ഇല്ല. മനുഷ്യന്മാരും മടിയന്മാരാ. പിന്നെയോ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞ ആരെടുത്ത് പോയാലും ഒമ്രാൻ കൊട്ടിക്ക് അടി കിട്ടും ഇല്ലേ? ഐറിച്ചിൽ 10, 20 ലക്ഷം, 30 ലക്ഷം, 40 ലക്ഷം, 50 കോടി ഇട്ടവന്റെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ അവൻ കത്തിയെടുത്ത് വരില്ലേ? നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ ഓടിപ്പിക്കും, അന്നപ്പോ ഷൂട്ട് ചെയ്യും. അങ്ങനെ പറ്റിച്ചിട്ടില്ലേ? അവിടെയാണ് നിങ്ങൾ നിലവിൽ ചെയ്യുന്ന മേഖലയിൽ ഏത് മേഖലയുണ്ട്, നന്നായിട്ട് പഠിച്ചാൽ ഇവിടെ ജോലി കിട്ടും, ബെറ്റർ ജോബ് കിട്ടും. അതൊക്കെ സത്യമാണ്. 4, 5, 6, 7 ലക്ഷം മാസം വരുമാനം കിട്ടും. അവൻ ഭൂമിയിൽ നിൽക്കുവോ? ഭൂമിക്ക് മുകളിലായിരിക്കും. അപ്പം ഭൂമിയിൽ നിൽക്കാൻ വേണ്ടി അവൻ എവിടെ പോകും? ഓസ്ട്രേലിയ, അമേരിക്ക, കാനഡ പോലത്തെ രാജ്യത്ത് പോകും. അവിടുത്തെ ഭൂമിയെ കാണും. പക്ഷെ ഞാൻ ഒരു വസ്തുത പറയട്ടെ, ഞാൻ ഈ ബിസിനസ് ഐഡിയ എടുത്തിട്ട് 2 വർഷം ചെയ്യാതിരുന്നു. ബിസിനസ് ചെയ്യാൻ തുടങ്ങിയ സമയത്ത് എന്റെ കഴിഞ്ഞ മാസം വരുമാനം തന്നെ ഒരു ഐഡിയ തന്നെ 6 ലക്ഷത്തിന്റെ മുകളിലുണ്ട്. ഞാൻ എവിടെയാണ് കളിക്കുന്നത്? ഇതിലെന്ത് പണിയാ ചെയ്യുന്നത്? ഇപ്പൊ വേറെ ഏതെങ്കിലും കമ്പനിയിൽ മോൾട്ട് കയറുകയാണെങ്കിലോ, കല്യാൺ ജ്വല്ലറിന്റെ ബ്രാഞ്ച് മാനേജറായിരുന്നു ഞാൻ. ബ്രാഞ്ചിന്റെ സോണൽ മാനേജറായ എന്താ സംഭവിക്കാൻ അറിയോ? 5 ബ്രാഞ്ചിനെ മാനേജ് ചെയ്യണം. 5 ബ്രാഞ്ചിനെ മാനേജ് ചെയ്യുമ്പോൾ എന്റെ കിഡ്നി ഉണ്ടാവും, ഇല്ലെങ്കിൽ സ്ട്രോക്ക് ആയിട്ട് പോവും. അത്ര ടെൻഷനാ. ഈ ടെൻഷൻ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ സമയത്ത് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് മേഖലയിലേക്ക് ഞാൻ വന്നത് 2015 ഓഗസ്റ്റ് 12 ഐഡിയ അടിച്ചത്. ഐഡിയ അടിച്ചതിന് ശേഷം എന്റെ മാർക്കറ്റിംഗ് എക്സ്പീരിയൻസും നിലവിലുള്ള നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എക്സ്പീരിയൻസും ഞാൻ ഇനി അളന്നു. ആ അളന്നത് കൊണ്ട് സംഭവിച്ചെന്താ അറിയോ? 2 വർഷം എനിക്ക് പോയത്. അത് പറയാൻ കാരണം നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എക്സ്പീരിയൻസും ഇതുണ്ടായിട്ട് പോലും ഞാൻ ഇതിനെങ്ങനെ പേടിക്കാൻ കാരണം എന്തായിരുന്നു? നിങ്ങൾ ഈ പുതിയ ആൾക്കാർ ഇത് കേട്ട സമയത്ത് നിങ്ങൾക്ക് ഇതില് പ്രൊഡക്റ്റ് കണ്ട സമയത്ത് ഇഷ്ടപ്പെട്ടോ? ഇതെന്താ മരുന്നോ? ഇത് മരുന്നായിട്ട് ഫീൽ ചെയ്തില്ലേ നിങ്ങൾക്ക്? ഇല്ലേ? എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ട് ഇതിന്റെ ട്രെയിനിങ്ങിന് പോയ സമയത്ത് 2500 ഫീസ് കൊടുത്ത് ആലപ്പുഴയിൽ പോയ സമയത്ത് ഞാൻ ഈ പ്രൊഡക്റ്റ് എന്താണ്, മാർക്കറ്റിംഗ് കമ്പനി അല്ലേ, എനിക്ക് മാർക്കറ്റിംഗ് എക്സ്പീരിയൻസ് ഉണ്ട്. അത് ഞാൻ നോക്കുമ്പോൾ ഈ പ്രൊഡക്റ്റ് കാണുമ്പോൾ 6 കുപ്പി ഉണ്ട് ഒരേ കളറ്. ഇതിന് ഞാൻ ഇത് മാറിപ്പോയാൽ തന്നെ പ്രശ്നമല്ലേ? അപ്പൊ എനിക്ക് ദേഷ്യം പിടിച്ചിട്ടുണ്ട്. അവിടെ ആമവാദം വന്നിട്ട് ഇത് ഞാൻ ആ സമയത്ത് എനിക്ക് എന്തെന്നാണ് മനസ്സിലാവുന്നില്ല. അപ്പൊ ആമവാദം വന്നോള് പറയുന്നു, ഇത് ഭയങ്കര സംഭവമാണ്, ദൈവത്തിന്റെ എന്തോ കയ്യൊപ്പ് ചാർത്തിയ പ്രൊഡക്റ്റാണ്, നിങ്ങൾ ഒരിക്കലും വിശ്വസിക്കൂലാണ്. അങ്ങോട്ട് പോകുന്നതനുസരിച്ച് സെൽഫി സ്വഭാവം ഞാൻ കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് നെറ്റ്വർക്ക് മാർക്കറ്റ് ഇങ്ങനെ ഒരു മോട്ടിവേഷൻ ചെയ്ത് പറ്റിക്കാൻ പാടുണ്ടോ? അപ്പൊ ഞാൻ അത് തന്നെ അയാൾ കരയുന്നുണ്ട്. അപ്പൊ ഞാൻ അങ്ങ് സഹിച്ചു കേട്ടോ. പക്ഷെ രണ്ടാമത് വന്ന എക്സ്പീരിയൻസ് പറഞ്ഞ വ്യക്തിയാണ് എനിക്ക് തീരെ ഇഷ്ടപ്പെടാണ്ടായി പോയത്. അദ്ദേഹം പറയുന്നത്, ഞാൻ ടീച്ചറായിരുന്നു, റിട്ടയർഡ് ആയിട്ടില്ല, 53 വയസ്സായിട്ടുണ്ട്. ഞാൻ എയർ ഓയിൽ യൂസ് ചെയ്തപ്പോൾ ഈ മുടി വന്നത് ഈ എയർ ഓയിൽ യൂസ് ചെയ്തിട്ടാണ്. നിങ്ങൾ വിശ്വസിക്കോ? പുതിയ ആൾക്കാർ വിശ്വസിക്കോ? എന്താ പറഞ്ഞത്? എത്ര വയസ്സാ പറഞ്ഞത്? അങ്ങനെ അന്ന് ഞാൻ കേട്ട് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഞാൻ എടാന്ന് വിളിച്ചാൽ പോടാന്ന് വിളിക്കുന്ന സ്വഭാവമാണ്. അങ്ങനത്തെ സ്വഭാവമുള്ള എന്നെ ബെല്ലി സാറ് ചങ്ങലക്കിടാന്ന് പറയുന്നില്ലേ, അങ്ങനെ പറഞ്ഞു. കേട്ട് നോക്കുകയാണ്. അതിനുശേഷം ഞാൻ വീട്ടിൽ വന്ന് ഞാൻ പറഞ്ഞത്, ഇതൊരിക്കലും ബോധവൽക്കരിക്കാൻ പറ്റില്ല. ഈ ബോധവൽക്കരിക്കുമ്പോൾ നമ്മളെ ബോധം പോവും, എന്റെ ബോധം പോവും. കാരണം എന്താ അറിയോ? അന്ന് എനിക്ക് നിലവിൽ എന്റെ സ്ഥിതി എന്ന് പറഞ്ഞാൽ വീടില്ല, വണ്ടിയില്ല, കല്യാണം കഴിഞ്ഞിട്ട് 9 വർഷമായിട്ടുണ്ട്. 9 വർഷമായിട്ടും കൊച്ചിനെ ദൈവം തന്നിട്ടില്ല. സാമ്പത്തികമായിട്ട് ഇങ്ങനെ പ്രയാസവും പ്രതിസന്ധിയുള്ള സമയത്ത് ദൈവം സപ്പോർട്ട് തരുമോ? തന്നില്ല. ഈ പ്രതിസന്ധി ഉള്ള സമയത്ത് ഒരു കർഷക മൈൻഡ് എനിക്ക് ഉണ്ടാവുമോ? ഒരു ബിസിനസ് മൈൻഡ് ഉണ്ടാവുമോ? ഞാൻ വീണ്ടും നെറ്റ്വർക്കിലേക്ക് വരുമോ? നിങ്ങൾ പറയൂ, വരാൻ പറ്റുമോ? നിലവിലെ കല്യാണിന്റെ സോണൽ മേയർ ആവാൻ നിൽക്കുന്ന സമയത്ത് ഞാൻ ബെല്ലി സാറോട് പറഞ്ഞു, ബെല്ലി സാറേ ഞാനിത് ചെയ്യൂല, ചെയ്താൽ ഞാൻ എന്ത് ചെയ്യും? എന്റെ കല്യാണിന്റെ ജോലി പോകും, പണിഷ്മെന്റ് കിട്ടും, ഞാൻ സൂയിസൈഡ് ചെയ്യുമെന്ന് വാക്ക് പറഞ്ഞ് അദ്ദേഹത്തിനെ പേടിപ്പിച്ചു. ഒരിക്കലും ഇത് ചെയ്യരുതെന്ന് പറഞ്ഞേ. പക്ഷെ ബെല്ലി സാർ ഒരു വാക്ക് പറഞ്ഞു എന്നോട്, ഈ കമ്പനി മാനേജ്മെന്റ് ഈ ഇന്ത്യ രാജ്യത്ത് വെൽനസ് ഇൻഡസ്ട്രിയിൽ കോടികൾ മുടക്കിയിട്ടുണ്ടെങ്കിൽ ഇതാരാ നടക്കുന്നത്? ഇരുമ്പ് ഉരുക്ക് വ്യവസായികൾ, മാർവാഡീസ് ഗ്രൂപ്പാ.
ഇവര് വെറുതെ മുടക്കില്ല ബിജു, ഞാൻ ഇത് പഠിക്കാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ചെന്നൈ പോയിട്ട് ഇതിന്റെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിനെയും ഇതിന്റെ MD-നെയും കണ്ട് ചോദിച്ചു. അവിടുന്ന് കെ രാജേഷ് സാറാണ് പറഞ്ഞത്, മക്കളെ ഈ പ്രൊഡക്റ്റ് അന്വേഷിച്ചു വരൂന്ന്. ഇതെന്താ സംഭവം? ഇത് മരുന്നല്ല, ഔഷധ ഗുണമുള്ള ഫുഡാണ്. ബോഡിക്ക് ആവശ്യമുള്ള യഥാർത്ഥ ഫുഡ് കഴിക്കുന്നതിൽ കിട്ടുന്നുണ്ടോ? ഉണ്ടോ? രാവിലെ കഴിച്ച ഭക്ഷണം എന്താ? അരി പൊടിച്ചതാണോ കലക്കിയതാണോ? അരിയാണോ? ദൈവത്തിന് പോലും കണ്ടുപിടിക്കാൻ പറ്റില്ല. അത് 3 നേരം കഴിച്ചാൽ എന്താ സംഭവിക്കുക? അരി ഭക്ഷണം 3 നേരം കഴിച്ചാൽ എന്താ സംഭവിക്കാം? ഷുഗർ ഫ്രീ ആയിട്ട് കിട്ടും. ഷുഗർ വന്നു കഴിഞ്ഞാലോ നമ്മളെങ്ങോട്ടേ പോവും. ഇങ്ങനെ നമ്മൾ കഴിക്കുന്നത് എന്തെങ്കിലും നല്ലതാണ് എന്റെ ആർക്കെയും പറയാൻ പറ്റുമോ? അപ്പം വെൽനസ് ഇൻഡസ്ട്രിക്ക് ഇന്ത്യയില് ലക്ഷം കോടി ഡോളർ കോടീശ്വരർ സൃഷ്ടിക്കാൻ പോകുന്ന ഇൻഡസ്ട്രി ആണെന്നും ഞാൻ പഠിക്കാൻ തീരുമാനിച്ചു. അദ്ദേഹം പഠിക്കാൻ തുടങ്ങി. ഈ പ്രൊഡക്റ്റ് കിട്ടുന്ന സ്ഥലം എവിടെയാ? കേരള സംസ്ഥാനം ഈ കമ്പനി രൂപീകരിച്ചിട്ടില്ല. ആ സമയത്ത് കേരളം എവിടെയാന്ന് വെച്ചാൽ ഇല്ല. തമിഴ്നാട്ടിലും ബാംഗ്ലൂരും അവിടെയും ഇവിടെ പോയിട്ട് പ്രൊഡക്റ്റ് മേടിച്ചു കൊണ്ടുവന്ന് ഓരോ ദിവസവും മേടിച്ച കഴിക്കുവോ? നിങ്ങൾ ബന്ധം കൊണ്ട് മേടിച്ച പ്രൊഡക്റ്റ് കഴിക്കൂല. കാരണം എന്നറിയോ? പേസ്റ്റ് പോലും യൂസ് ചെയ്തില്ല പലരും. അങ്ങനെ രാവിലെ പോയിട്ട് കഴിപ്പിക്കും, രാത്രി പോയിട്ട് വീണ്ടും കഴിപ്പിക്കും. ഇങ്ങനെ ഫോളോ അപ്പ് ചെയ്ത് ജനങ്ങളുടെ ഉള്ളിലേക്ക് ബോധവൽക്കരണം നടത്തി കഴിക്കാൻ തുടങ്ങി. റിസൾട്ട് വരാൻ തുടങ്ങി. ലോകത്തിൽ നിങ്ങൾ ഏറ്റവും പേടിക്കുന്ന അസുഖമായ ക്യാൻസറിന് പോലും മാറ്റം കണ്ടു. സ്ട്രോക്ക് വന്ന് കൊഴിഞ്ഞു പോയിട്ട് കൈയിന്റെ ഇതുപോലും ഇങ്ങനെ പോലും അനങ്ങാൻ പറ്റാത്ത ആൾക്കാർ ഇന്ന് പള്ളി പോയിട്ട് നിശ്ചയിക്കുന്ന ലെവലിലേക്ക് നമ്മുടെ ജ്യൂസ് 95 മാറ്റി. ഒരിക്കലും വിശ്വസിക്കില്ല കേട്ടോ. ഇങ്ങനെ കണ്ട സമയത്ത് ഇത് അത്ഭുതമായിട്ട് എനിക്ക് തോന്നാൻ തുടങ്ങി, ഇത് എന്താ സംഭവം. അങ്ങനെ എൻ്റെ വീട്ടിൽ ഫാദറിന് ഷുഗർ കൂടി യൂറിൻ ഇൻഫെക്ഷൻ വന്നു. അപ്പൊ ഞാൻ കോഴിക്കോട്ടെ പ്രൊഫസറായ ദിനേശ് ഡോക്ടർ പറഞ്ഞു, ഫിസിഷ്യനെ കാണിക്കണം, ലിവറിന് പണ്ടേ പ്രശ്നമുള്ളത് കൊണ്ട് തന്നെ ഡോസ് കൂട്ടി കഴിഞ്ഞാൽ ലിവർ പോയാൽ പോയി. ഫിസിഷ്യനെ ഷുഗർ കൺട്രോൾ ആക്കണം. നിലവിലുള്ള യൂറിൻ ഇൻഫെക്ഷൻ ഞാൻ ശരിയായി തരാം. 3 ഗുളികയുണ്ട്, ഫിസിഷ്യന്റെ ഗുളിക 3 ഉണ്ട്, എല്ലാം കൂടി 9 ഗുളികയുണ്ട്. എഴുന്നേൽക്കാൻ പറ്റുന്നില്ല. ഈ സമയത്ത് ഈ ജ്യൂസ് എനിക്കറിയാം, പക്ഷെ ഇതിൽ മധുരം ഉണ്ടല്ലോ. ഈ മധുരം ഷുഗർ കൂടുവോ? എനിക്ക് പേടിയായി. അവിടെയാണ് എൻ്റെ ചേച്ചി, എൻ്റെ ജ്യേഷ്ഠന്റെ മോളാണ്, കൊച്ചിയിലാണ് പറഞ്ഞത്. അവർ പാരാമെഡിക്കൽസ് പഠിച്ചതിന് മുമ്പ് ചേച്ചി പാരാമെഡിക്കൽസ് പഠിച്ച് എനിക്ക് ഗുണമായി. അമല ഹോസ്പിറ്റൽ ഡോക്ടറിന്റെ ജെറി ഡോക്ടറെ വിളിച്ചു. ഡോക്ടർ പറഞ്ഞ ഒറ്റ കാര്യമാണ്, ഏതൊരു ഷുഗറുള്ള വ്യക്തിക്കും ഏത് മധുരവും ഷുഗർ കൂടാനുള്ള ചാൻസ് ഉണ്ട്. അവിടെ എന്ത് ചെയ്യണം? മെഡിസിൻ കൊടുത്തുകൊണ്ട് ഇത് അപ്ലൈ ചെയ്യാൻ പറഞ്ഞു. രാത്രിയിൽ കൊടുക്കുന്ന ഏറ്റവും ബെറ്റർ എന്ന് പറഞ്ഞു. അങ്ങനെ രാത്രി കൊടുത്തു, രാവിലെ കൊടുത്തു, പിറ്റേന്ന് വൈകുന്നേരം കൊടുത്തു. രാവിലെ കൊടുക്കുമ്പോഴാണ് ക്ഷീണത്തിന് നല്ല മാറ്റം. 4, 5, 6 ആകുമ്പോഴേക്കും ഞങ്ങൾ പറമ്പ് പോയിട്ട് തെങ്ങിന്റെ മുകളിലെ സാധനം ഓല എന്നൊരു സാധനം ഉണ്ടോ, ഇത് വലിച്ചു വരാൻ തുടങ്ങി. കിടന്നു പോയാള് 6 മാസമാണോ? 6 ദിവസം. അത് കണ്ട സമയത്ത് ഞാൻ ആ ജ്യൂസ് ഉണ്ടാക്കിയ സാധനം എന്തൊക്കെയാ? ആപ്പിളും ഉണ്ടാ, ഫ്രൂട്ട്സിലെ രാജാവിൻ്റെ ബെറീസ്, അങ്ങനെ അസായി വെറുതെ ഈ സാധനം ഞാൻ കാണുന്നു. ഇതിന്റെ വില നോക്കി. എന്റെ കൂടെ കുറെ ഡോക്ടേഴ്സ് ഉണ്ടായിരുന്നു. അവർ എന്നെ കൊണ്ടുപോയിട്ട് പാളയം മാർക്കറ്റിൽ, കോഴിക്കോട് പാളയം മാർക്കറ്റിൽ കൊണ്ടുപോയിട്ട് കുറെ കടയിൽ ബെറി ഇതിന്റെ വില പറഞ്ഞു. അവർ അസായി ബെറി ഞാൻ കണ്ട് ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. അസായി ബെറിന്റെ വില എത്രയാ അറിയോ? കിലോന്. ആപ്പിളിന് എത്ര വില? ആരും ആപ്പിളൊന്നും കഴിക്കില്ലേ? ആപ്പിള് പോലും നോക്കിയുള്ളൂ, ചിരിക്കുള്ളൂ. നിങ്ങൾ വാങ്ങൂല. കണ്ട പൈസ ഇല്ല. ഇവിടെ 4500 റുപ്യ അസായി ബെറിന്റെ വില. 11 ബെറിയും നോനിയും നെല്ലിക്കയും കച്ചാറുമായി അടങ്ങുന്ന ജ്യൂസാണ്. ഇതിന്റെ ക്വാളിറ്റി ഫ്രൂട്ട്സ് നടക്കുന്ന ഒരാൾക്കാണെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ സത്യം പറയുകയാണെങ്കിൽ അപ്പൊ എനിക്ക് പഠിച്ചേ മതിയാവും. ഞാൻ മെഡിക്കൽ ലീവ് എടുത്തു. കല്യാണം ചെല്ലില്ലേ, കൊച്ചാവാൻ ലേറ്റ് ആയ കാരണം പറഞ്ഞ് മെഡിക്കൽ ലീവ് ചോദിച്ചു. മെഡിക്കൽ ലീവ് എടുത്തു, പഠിക്കാൻ തുടങ്ങി. ആ പഠിത്തം നിലവിൽ എന്റെ കോൺഫിഡൻസ് കൂടിയ പ്രൊഡക്റ്റ് ഏതാ അറിയോ? 95 അല്ല, കവചപ്രാശം വിറ്റാല്, വാങ്ങിയിട്ട് ഞാൻ വിറ്റാല് എന്താ സംഭവിക്കുക? ഞാൻ പറഞ്ഞ മാർക്കറ്റിംഗ് എക്സ്പീരിയൻസ് ഉണ്ടെന്നല്ലേ പറഞ്ഞത് മക്കളെ. ഈ കവചപ്രാശം ഞാൻ നോക്കി ചിരിക്കുകയാണ്. ഇതൊന്ന് വിറ്റാൽ 420 അന്ന് കിട്ടിയായിരുന്നു അന്തക്കാലം. ആ സമയത്ത് ഞാൻ വിചാരിച്ചത് 10 വിറ്റാലോ 4750. ഞാൻ 50 വിൽക്കും. കളി തുടങ്ങിയിട്ട് ഇന്നലെ തുടങ്ങിയല്ല മാർക്കറ്റിംഗ്. അങ്ങനെ ആണെങ്കിൽ ഇതിന് റിസൾട്ട് ഉണ്ടോ എന്ന് പറയാം. എന്റെ വീട്ടിൽ അമ്മ ഒരു തുമ്മൽ തുമ്മിയാൽ പിന്നെ നിൽക്കണമെങ്കിലേ ആ തുമ്മൽ നിന്നത് ഞാനാണ്. എന്റെ നാട്ടിലെ ചങ്കൻ നമ്പൂതി എന്ന ഡോക്ടറെ കാണിക്കാണ്ട് നിന്നത് ഞാൻ കണ്ടിട്ടില്ല.
തുമ്മി 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 എന്ന് പറഞ്ഞാൽ ഈ തുമ്മലിന്റെ സൗണ്ട് കേട്ടാൽ തന്നെ നമുക്ക് ബേജാറാവും. എന്റെ വീടിന്റെ 3 വീടിന്റെ അപ്പുറത്ത് കേൾക്കായിരുന്നു ഈ തുമ്മലിന് ഈ കവചപ്രാവശ്യം റിസൾട്ട് വന്നു പറഞ്ഞാൽ വിശ്വസിക്കുമോ? ഇപ്പം വിശ്വസിക്കൂ, അന്നത്തെ കാലം വിശ്വസിക്കൂല. പക്ഷെ എനിക്ക് കോൺഫിഡൻസ് കൂടി. ഞാൻ ഇതിന്റെ ഇൻഗ്രീഡിയൻസ് വായിക്കാൻ തുടങ്ങി. നെല്ലിക്ക എന്താ, വൈറ്റമിൻ സിയുടെ കലവറ, അമുക്കുരം, ഇരട്ടിമധുരം, രമ്മി, കുങ്കുമപ്പൂവ്, കടുക്ക, ചിത്താമൃതി, ശതാവരി, കറ്റാർവാഴ പോലത്തെ 28 സൂപ്പർ ഹെർബ് ഉണ്ട്. അതിന്റെ മധുരം എന്താ, ശർക്കരയും തേനും വരുന്നുണ്ട്. ഈ സാധന ഡിപ്പാർട്ട്മെന്റ് സൈറ്റ് ഞാൻ കാണുക. ക്വാളിറ്റി കൗൺസിൽ ഓഫ് ലേജൻഡ് ആയ ആയുഷിന്റെ പ്രീമിയം മാർക്ക് കിട്ടിയ കേന്ദ്ര സർക്കാരിന്റെ സൈറ്റിൽ ഇന്നെ കാണിച്ചു തന്നു, ഇതാണ് സാധനം. അപ്പൊ ഇത് വിൽക്കണ എന്തേ പണിയുണ്ടോ? നിങ്ങളെ വീട്ടിൽ ഞാൻ വന്ന 3 എണ്ണം നിങ്ങൾ വീട്ടിൽ മേടിക്കും. കാരണം എന്താ, ഒരാളെ ബോഡിയിൽ 3 എണ്ണം കഴിക്കണം. കഴിച്ചാലോ ഇടയ്ക്കിടയ്ക്ക് ജലദോഷം തുമ്മൽ ഈ പ്രശ്നമൊക്കെ വരുന്നില്ലേ? ഇവിടെ പലരും ചെയ്യുന്ന കാര്യം എന്താ അറിയോ? ജലദോഷം തുമ്മലും വന്ന് പ്രശ്നം വന്നിട്ട് ആസ്മയായിട്ടാണ് കഴിക്കുന്നത്. ഇത് മരുന്നാ. ഇന്ന് കഴിച്ചാൽ നാളത്തേക്ക് ഗുണം കിട്ടുക, ഇന്ന് അധ്വാനിച്ച നാളത്തേക്ക് ഗുണം കിട്ടുക. അതല്ലേ ഇന്ന് നട്ട തെങ്ങ് നിങ്ങൾ നട്ടതാണോ വീട്ടില്? ആരോ നട്ട തെങ്ങാ, അതിന് ഗുണം ആർക്കാ കിട്ടിയത്? ഈ ഭൂമി പോലെ ആരാ ഉണ്ടാക്കിയത്? അപ്പം വെള്ളം കുടിക്കാൻ ഉണ്ടാക്കിയ ഭൂമിയായതൊക്കെ. അത് മക്കളെ ഭാഗ്യമായത് എന്തുകൊണ്ടാ? അദ്ദേഹത്തെ തീരുമാനം. അപ്പൊ എനിക്ക് തോന്നി 10 കവചപ്രാവശ്യം ഞാൻ വിട്ടുന്ന് തീരുമാനിച്ച് ജോലി അത് റിസൈൻ ചെയ്തു. ആ ജോലി റിസൈൻ ചെയ്ത് 7 വർഷം പൂർത്തീകരിച്ചു. ഒരു ഐഡിയയിൽ മാത്രം 3 കോടിന്റെ മേലെ വരുമാനം ഞാൻ മേടിച്ചു കഴിഞ്ഞു. കളി തുടങ്ങിയിട്ടില്ല കേട്ടോ, ബിസിനസ് തുടങ്ങിയിട്ടില്ല. നിങ്ങളെ വാർഡിൽ എത്ര ടി സി ഉണ്ട്? ഇപ്പം ടി സി എന്താ 2 ലക്ഷം ബിസിനസ് മേച്ച് ചെയ്ത ആൾക്കാർ നിങ്ങളുടെ വാർഡിൽ എത്ര ആളുണ്ട്? സെലക്ഷൻ കഴിഞ്ഞില്ലായിരുന്നോ? വാർഡ് ഓർമ്മ അറിയോ എത്ര ആളുണ്ട് ടി സി? പിന്നെ ATC അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത്. നിങ്ങളെ നാട്ടിൽ ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്ന പേസ്റ്റ് യൂസ് ചെയ്യുന്ന എത്ര ആളുണ്ട് നിങ്ങളെ ഏരിയയിൽ? നിങ്ങളെ വീട്ടിലല്ലാണ്ട് അടുത്ത വീട്ടിൽ പേസ്റ്റ് ചെയ്താ യൂസ് ചെയ്യുന്നത്? അപ്പോ ഇത് ചാൻസ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാ. നമ്മളെ നാട്ടിൽ ചെറിയ ആൾക്കാർ കുറച്ചൊന്ന് പ്രൊഡക്റ്റ് മേടിച്ചാൽ തന്നെ ഈ 210 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെയോ ആയിട്ട് തോന്നിയില്ലേ? സത്യം ഞാൻ പറയട്ടെ, ഇന്ന് ഐഡിയ അടിച്ച ആൾക്ക് ലെഫ്റ്റും റൈറ്റും ബിസിനസ് നടന്നാൽ 210 കിട്ടുമോ? കിട്ടുമോ? ഇന്ന് ഐഡിയ അടിച്ച് നിങ്ങൾ എന്റെ അണ്ടറിലാണെങ്കിൽ നിങ്ങൾ ഇന്ന് ഐഡിയ അടിച്ചിട്ട് നിങ്ങൾ ഓർഗനൈസേഷനിൽ 17 ലക്ഷം മാച്ച് ചെയ്താൽ നിങ്ങൾക്ക് എത്ര കിട്ടും? എനിക്ക് എത്ര കിട്ടും? എന്റെ ഓർഗനൈസേഷൻ എത്ര ബിസിനസ് ഉണ്ടാവും? 35 ലക്ഷം. എനിക്ക് 210 കിട്ടാൻ ചാൻസ് ഉണ്ടോ? എന്റെ ഓർഗ 2ല് ഉണ്ടെങ്കിലാ മാച്ച് ആവുക. നിങ്ങൾ ഐഡിയ അടിച്ച ഇന്നാണ്, ഇതിൽ എന്തെങ്കിലും കണ്ടീഷൻ കമ്പനി പറഞ്ഞോ? സീനോട്ടിക്ക് എന്തെങ്കിലും വിലയുണ്ടോ? ഞാൻ വന്ന് മൊബീൻ മുഹമ്മദ് സാർ ഒരുമിച്ച് നമ്മൾ പുതിയ ആളെയും കൂട്ടി പോയാൽ എല്ലാവർക്കും ഒരേപോലെ അല്ലേ? ഇതിൽ എന്തെങ്കിലും കണ്ടീഷൻസ് ഉണ്ടോ? ദൈവത്തിന്റെ കണക്കിൽ നമ്മൾ എല്ലാവരും സമന്മാരല്ലേ? എല്ലാ ജീവജാലങ്ങളും ഒരേപോലെ അല്ലേ? അല്ലേ? അതുപോലെ തന്നെയാണ് ഈ ബിസിനസ്. ഇതിൽ നമുക്ക് എന്താ പ്രത്യേകത? ഭൂമിയിൽ നമ്മൾ ഭയങ്കര സംഭവമാണ്. നമ്മുടെ ഭാവമുണ്ട്, ഞാനെന്ന ഭാവം മനുഷ്യന്മാർക്കില്ലായിരുന്നോ? ആ ഭാവം പോയത് എപ്പായിരുന്നു? കോവിഡ് വന്ന സമയത്ത് കണ്ണിന് കാണാൻ പറ്റാത്ത വൈറസ് വന്നപ്പോൾ ഒന്നും അല്ലാന്ന് തെളിയിച്ചിട്ടുണ്ട്. ഇവിടെ ഈ കമ്പനിയിൽ നമ്മൾ ഒന്നും അല്ലാന്ന് ഈ കമ്പനിയിൽ ഏറ്റവും വലിയ ഡീമറിച്ച് ഞാൻ കണ്ടത് ഇത് മോൾട്ട് കയറുമ്പോൾ ആൾക്കാർക്ക് ഭാവം വരും, ഞാനെന്ന ഭാവം. ഞാൻ ഭയങ്കര സംഭവമാണ്, തലക്കനം. ഇതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം. ഇവിടെയാണ് നിങ്ങൾ ആഗ്രഹിച്ചാൽ ഏതിന്റെ മുകളിൽ എത്താൻ പറ്റും. പക്ഷേ പിശാച് പിടിക്കാതെ നോക്കണം. ഇബ്ലീസ് അത് എതിലാന്ന് പറയാൻ പറ്റില്ല കേട്ടോ. ഈ ബിസിനസ് ഏറ്റവും വലിയ പ്രശ്നം അതാ. അത് എതിലും വരും, പ്രൊഡക്റ്റായിട്ട് വരും, ലീഡർമാർ സ്വന്തം അപ്ലൈനായിട്ട് വരും. അപ്ലൈന്റെ നാവുകൂടി തന്നെ പിശാച് വരാൻ ചാൻസ് ഉണ്ട്. ഇതിന്റെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് മോൾഡ് വളരുമ്പം ലീഡർമാർ പോലും ഈ കമ്പനിക്ക് വിലക്ക് പറയുന്ന ലെവലിലേക്ക് മാറും എന്ന് പറയുന്നുണ്ട്. ഏത് ബുക്കാണെന്നറിയോ? ബികോം സെക്കൻഡ് എന്ന ബുക്ക് കണ്ടിരിക്കും നിങ്ങൾ? ബികോം സെക്കൻഡ് മാർക്കറ്റിംഗ് മാനേജ്മെന്റിലെ ഡീമറിച്ച് പറയുന്ന ഒരു കാര്യമാണ്, മോൾഡ് കയറുമ്പോൾ ആൾക്കാർക്ക് ഭയങ്കര ഭാവം വരും. ഇവിടെ ഒരു കണ്ടീഷൻസ് ഇല്ല. കമ്പനി നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യുന്നു, അതിൽ പങ്കാളിയാവണം. എന്നിട്ട് എന്ത് ചെയ്യണം? ഉൽപ്പന്നം വാങ്ങി വിറ്റാൽ പോലും രക്ഷപ്പെടാം. ഇനി ഹോൾസെയിൽ കൊടുത്താലോ? ഞാനിപ്പോ ഒരു 5 ലക്ഷത്തിന്റെ പ്രൊഡക്റ്റ് മേടിച്ചു, 5 ലക്ഷത്തിന്റെ കവചപ്രാവശ്യം മേടിച്ച് ഞാൻ വിറ്റാലോ? 5 ലക്ഷത്തിന്റെ കവചപ്രാവശ്യം മേടിച്ച് ഞാൻ പെട്ടി പൊളിക്കുന്നില്ല, എന്താ സംഭവിക്കുക? പെട്ടി പൊളിച്ചിട്ടില്ലെങ്കിൽ പോലും 3ാമത്തെ ആഴ്ച 1 ലക്ഷത്തിന്റെ അടുത്ത് വരുമാനം. എന്റെ 3 ID, ഫാദർ 3 ID, വീട്ടിൽ ആരൊക്കെ ഉണ്ട് പാൻ കാർഡുള്ള ആൾക്കാർ? 1 ലക്ഷം ഒന്നും ചെയ്യാനുണ്ടാവും.
ഇത് ഞാൻ കവചപ്രാശം ഒരു 5 ലക്ഷത്തി എത്ര ഉണ്ടാവും? ഒരു 523 കവചപ്രാശം. അത് ഞാൻ വാങ്ങി വിറ്റാലോ ഒരു 2 ലക്ഷത്തിന്റെ അടുത്ത് അതും ഉണ്ടാവും. നിങ്ങൾ എനിക്കൊരു ബിസിനസ് പറഞ്ഞുകൊണ്ടാ, ഞാൻ ഒരു ഫാൻസിയോ സൂപ്പർ മാർക്കറ്റ് എന്തെങ്കിലും തുടങ്ങി കട ഉദ്ഘാടനം ചെയ്യാൻ എന്തെങ്കിലും കിട്ടുമോ? ഇവിടെ എങ്ങനെയാ കൊടുക്കുന്നത്? ഇതിന്റെ ഇടനിലക്കാരെന്ന് പറയുന്ന ആരാ? ഹോൾസെയിൽ പോകുന്ന ലാഭം ആർക്കാ കിട്ടുന്നത്? കൺസ്യൂമറിനെ. വാങ്ങി ഉൽപ്പന്നം വിറ്റാൽ പോലും രക്ഷപ്പെടാൻ പറ്റും എന്നാ പറയുന്നത്. മറ്റേതെങ്കിലും മാർക്കറ്റിംഗ് കമ്പനി എത്ര അധ്വാനിച്ചാലും എത്ര കിട്ടും? 20-30 രൂപ കിട്ടേണ്ടെന്ന ബുദ്ധിമുട്ട് നമുക്കറിയാലോ. ഇവിടെയാണ് കമ്പനി പറയുന്നത് പിൻ ടു പ്ലെയിൻ. ഇപ്പം നിങ്ങൾ കാണുന്ന ഉൽപ്പന്നങ്ങളില്ലേ, ഇപ്പം നിങ്ങൾ വിചാരിക്കും ഇതെങ്ങനെ വിൽക്കുക, ഞാൻ പോയി പറയണ്ടേ എന്ന വിഷയല്ലേ? നിങ്ങൾ ആഗ്രഹിക്കുന്ന പ്രൊഡക്റ്റ് വരാൻ പോകുന്നു. കമ്പനി പറഞ്ഞ MD കൈവശം പറഞ്ഞത് 2030 ആകുമ്പോഴും 1000ന്റെ മുകളിൽ പ്രൊഡക്റ്റ് ഞങ്ങൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞു. അതിൽ ഒന്ന് എന്താ അറിയോ? പിൻ ടു പ്ലെയിനിൽ ഒന്ന് ഏതാ അറിയോ? ഓയിൽ കമ്പനി. ഓയിൽ കമ്പനിയിലെ പെട്രോൾ അടക്കം ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി തന്നേക്കാന്ന് ഇതിന്റെ ഫ്യൂച്ചർ MD ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. കളി തുടങ്ങാൻ പോകുക. അവിടെ നെറ്റ്വർക്ക് ഉണ്ടാക്കണം. ഇത് 10 പ്രാവശ്യം കേട്ടാലും ബോധ്യപ്പെടരുത്. ആ ബോധ്യപ്പെട്ട് നമുക്ക് പ്രാധാന്യം നമ്മൾ എത്തിക്കഴിഞ്ഞാലോ, പ്രാധാന്യം വന്നാൽ സമയവും വരും, പൈസയും വരും. അത് വരെ ഉണ്ടാവില്ല. നിങ്ങൾക്കൊരു പ്രാധാന്യം എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിസ്ക് എടുക്കാൻ നിങ്ങൾ തീരുമാനിക്കും. ഞാൻ അങ്ങനെ റിസ്ക് എടുത്ത ആളാ. കാരണം നെറ്റ്വർക്ക് മാർക്കറ്റ് എനിക്കറിയാം. ഇത് ചെയ്ത് ഞങ്ങൾ മോട്ട് ചെയ്ത സമയത്ത് ഇതിന്റെ പ്രതിസന്ധിയും ആ സമയത്ത് രാഷ്ട്രീയ സംഘടന എല്ലാവരും നമ്മൾ സപ്പോർട്ട് ചെയ്തു. സർക്കാർ പോലും പറയുന്നത് ഇത് രാജ്യത്തിന്റെ പുരോഗതിക്ക് ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന മേഖലയാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്. ഇത് കമ്പ്യൂട്ടറായി പോയതല്ലേ? വേറെ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? പണ്ട് പൈസ ഇല്ലാത്ത സമയത്ത് കച്ചവടം നടന്നുണ്ടല്ലോ. അതെന്ത് കച്ചവടമായിരുന്നു? പൈസ ഇല്ലാത്ത സമയത്ത് കച്ചവടം എങ്ങനെയാണ് നടന്നത്? കൈമാറ്റം നടന്ന എങ്ങനെയാ? ബാർട്ടർ സിസ്റ്റം. ഇപ്പൊ നടക്കുന്ന കച്ചവടത്തിൽ ഹോൾസെയിലാവാൻ പറ്റുമോ? നടുവന്നൊരു റൂം കിട്ടണമെങ്കിൽ 10 ലക്ഷം രൂപ വേണം. പാർക്കിംഗ് കിട്ടുമോ? ഉണ്ടോ? ഇവിടെയോ ലാൻഡും ലേബറും ക്യാപിറ്റലും ഇല്ല. ആഗ്രഹിച്ചാൽ ഏതൊരു സാധാരണക്കാരനും അവിടെ പേടിച്ചു പോയതാണ് വലിയമാര് വരാത്തത്. കിട്ടുന്നു ബോധിപ്പിച്ചു കൊടുക്കാൻ നിങ്ങൾ റെഡിയാണോ? നിങ്ങളെ വാർഡിൽ നിങ്ങളായിരിക്കണം ITC. തീരുമാനമെടുക്കാൻ നിങ്ങൾക്ക് പറ്റുമോ? ITC എന്താ ഗുണം? 1,20,00,000 ഒരു വർഷം കൊണ്ടോ 2 വർഷം കൊണ്ടോ 5 വർഷം കൊണ്ടോ ആയിക്കോട്ടെ. അപ്പൊ നിങ്ങൾ ആഗ്രഹങ്ങൾക്ക് നടക്കില്ലേ? വീട് വേണ്ടേ? വണ്ടി വേണ്ടേ? ഭൂമിയിൽ വെറുതെ സമയം കളയാനുള്ളതാണോ? ഭൂമി റെസ്റ്റ് ചെയ്യാനുള്ളതല്ല, ഭൂമിക്കടിയിലാണ് റെസ്റ്റ് ചെയ്യേണ്ടത്. അവിടെ നിങ്ങൾക്കൊരു ചങ്കൂറ്റം ഉണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച ലെവലിലേക്ക് വളരാൻ പറ്റുന്ന ഇൻഡസ്ട്രിയൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്. അതിന് ഇന്ത്യയിൽ ഇത്രയും സ്നേഹിച്ച ഒരു മാനേജ്മെന്റ് കോടികൾ ഇൻവെസ്റ്റ് ചെയ്തു. കോടികൾ ഈ കൺസെപ്റ്റിന് വേണ്ടിയിട്ട് കമ്പനി കോടികൾ എറിഞ്ഞു. അങ്ങനെ DBA കിട്ടിയത്. DBA അന്തനാരായണ എന്ന് പറഞ്ഞ ലോകത്തിലെ ഏറ്റവും വലിയ കമ്പനിയിലെ FMCG അതാരാ? യൂണിലിവറിന്റെ ഡയറക്ടറായിരുന്നു. ഡാബറിന് അറിയപ്പെടുന്ന ആള് ഡാബർ നാരായണ. ഈ API ആയുർവേദിക് ഫാർമ ഇന്ത്യയിലെ കമ്മിറ്റി മെമ്പർ ആയിരുന്നു. ഈ വ്യക്തിയെ കമ്പനി ഇങ്ങോട്ട് പർച്ചേസ് ചെയ്യാൻ വേണ്ടി, കാരണം ഇതിന് ചാൻസ് ഉള്ളതുകൊണ്ടാണ് കമ്പനി മുടക്കിയത്. അങ്ങനെ കമ്പനി റിസ്ക് എടുത്തപ്പോ KC ഗൗഡൻ സാർ നിങ്ങൾ അറിയോ? ഫെയർ ആൻഡ് ലവ്ലി അറിയോ? പോൺസിന്റെ പൗഡർ അറിയോ? കുട്ടിക്കൂറ ഓൺ പ്രൊഡക്റ്റാ. അത് ഷുഗറിന് വേണ്ടി മാത്രം പാറ്റൻസി കിട്ടിയ വ്യക്തിയാണ് പീറ്റർ ജോസ്, ഇംഗ്ലണ്ട് സയന്റിസ്റ്റാ. അയാൾ വെളുത്തുള്ളിന്റെ രാജാവ് എന്ന് അറിയപ്പെടുന്നത്. ഇങ്ങനെ ലോകത്തിലെ ഏറ്റവും വലിയ ബ്രെയിനാ കമ്പനി ഇങ്ങോട്ട് പർച്ചേസ് ചെയ്തു. അവിടെയാണ് DBA പറഞ്ഞത് 200 ആയുഷിന്റെ പ്രീമിയം മാർക്കറ്റ് ഉൽപ്പന്നം തന്നേക്കാൻ നിങ്ങൾക്ക്. നിങ്ങളുടെ ബോഡിയിലെ ഓരോ അവയവങ്ങളെ കറക്റ്റാക്കുന്ന ഫുഡ്. ഇനി വെൽഹാട്ടം നമ്മളെല്ലാവരും കഴിച്ചിട്ടുണ്ടോ? കൊച്ചിയിൽ DBA വന്ന സമയത്ത് ഞങ്ങൾ ചോദിച്ചു വെൽഹാട്ട് ആർക്കാണ് കൊടുക്കേണ്ടത്. അപ്പൊ അദ്ദേഹം പറയാണ് 18 വയസ്സിന് മോഡലുള്ള ഹാർട്ട് ഉണ്ടെങ്കിൽ എല്ലാവരും കഴിക്കണം. ഹാർട്ട് ഉണ്ടെങ്കിൽ കഴിച്ചാൽ മതി. അതാ സത്യം. കാരണം ഉലുവക്കഞ്ഞി കഴിക്കാറില്ലേ? 10 വർഷം കൂടുമ്പാണോ ഉലുവക്കഞ്ഞി കഴിക്കാറ്? ആണോ? വർഷത്തിലാ. ഓരോ വർഷത്തില് ഇതിൽ ഏത് ഉൽപ്പന്നം നമ്മൾ കഴിക്കാണ്ടിരിക്കേണ്ടത്? ലിവറിന്റെ ഫംഗ്ഷൻ കറക്റ്റ് അല്ലെങ്കിൽ എന്താ സംഭവിക്കുക? കുളിച്ചിട്ടിൽ വരും, ദേഹമില്ലായ്മ, വിശപ്പില്ലായ്മ, വയറ് വീർത്തിക്കുക. അതിനൊരു സാധനം ഉണ്ടല്ലോ. ഇങ്ങനെ യൂറി ഫ്ലഷ് ആർക്കാ വേണ്ടത്? വേദന വന്നിട്ടാ കഴിക്കേണ്ടത്. ഇപ്പം നിങ്ങളെ ബോഡിയിൽ വേദന വരാൻ കാത്തുത്തിന് കഴിഞ്ഞാൽ സംഭവിക്കുന്ന അറിയോ? പൈസ പോയി കിട്ടും. അവിടെയാണ് ഓരോ ഉൽപ്പന്നങ്ങളും നമ്മളെ ബോഡിക്ക് ആവശ്യമുള്ള ഫുഡ്. അവിടെ പേഴ്സണൽ കെയർ, ഹോം കെയർ, ഹെൽത്ത് കെയർ എല്ലാം ഉണ്ട്. ഇനി വരാൻ പോകുന്ന എല്ലാ ഉൽപ്പന്നം വരുന്നു. അവിടെ നമുക്ക് ടീം ഉണ്ടാക്കണം. കേൾപ്പിക്കാണ്ട് ചർച്ച ചെയ്യാൻ പാടില്ല. എനിക്ക് ഒറ്റ റിക്വസ്റ്റേ ഉള്ളൂ, കേൾപ്പിക്കാണ്ട് ചർച്ച ചെയ്താലൊക്കെ ഈ ബിസിനസ് ഔട്ടാ. കേൾപ്പിക്കാനുള്ള ദൗത്യമാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിനെന്താ ചെയ്യേണ്ടത്?
അതിനു വേണ്ടിയാണ് ലീഡേഴ്സ് ഇത്രയും റിസ്ക് എടുക്കുന്നത് കേട്ടോ. നിങ്ങളെ കേൾപ്പിക്കാൻ വേണ്ടിയാണ് എല്ലാ ലീഡർമാരും ഇത്രയും റിസ്ക് എടുത്തിട്ട് അവരെ സമയം കഴിവും. ഇതാണ് അവരുടെ ഡ്യൂട്ടി. അവരൊപ്പം നിൽക്കും. നിങ്ങൾ എന്നെ ഈ അവസരം കേൾപ്പിക്കാൻ സകലർക്ക് പണ്ട് ഞാൻ കൊച്ചിയിൽ നിന്നൊക്കെ എന്നെ ഓടിപ്പിച്ചാ ഞാൻ. കാരണം ഇതൊരിക്കലും നല്ല ബിസിനസ് അല്ല, താൽക്കാലിക ലാഭത്തിന് വേണ്ടി ചെയ്യുന്ന ബിസിനസ് ആണ് എന്ന് കണ്ട് ഞാൻ മാറിയാളാ. നിങ്ങളെ മനസ്സിൽ മുൻവിധിപ്പുണ്ടല്ലോ, ഒരുപാട് മുൻവിധി നിങ്ങൾക്കില്ലേ? അതൊന്ന് മാറ്റി. അത് ഇപ്പൊ അതിൽ കേട്ട സമയത്ത് നിങ്ങൾക്ക് മനസ്സിൽ തോന്നിയ നെഗറ്റീവായിട്ട് തോന്നിയ കാര്യം എന്താ? ഏറ്റവും നെഗറ്റീവായിട്ട് ഫീൽ ചെയ്ത കാര്യങ്ങൾ ഉണ്ടല്ലോ ഇപ്പൊ നിങ്ങൾക്ക് കേൾക്കുന്ന സമയത്ത് ഒരു ഫീൽ ചെയ്ത നെഗറ്റീവ് ഉണ്ടോ? ആ നെഗറ്റീവ് നിങ്ങളെ കൊണ്ടുവന്ന വ്യക്തിയിൽ ഷെയർ ചെയ്യണം. അവരെന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കുന്നു വിചാരിക്കണ്ട. നിങ്ങൾക്കിത് വോമിറ്റിംഗ് ടെൻഡൻസി ഉള്ള ആളാണെന്ന് വിചാരിക്കുക. ശ്രദ്ധിക്കാനുള്ള ബുദ്ധിമുട്ട്. ആ സമയത്ത് ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കുമോ? ഇഷ്ടപ്പെട്ട ഭക്ഷണം പറഞ്ഞാൽ തന്നെ ദേഷ്യം പിടിക്കും. അതുപോലെ ഏതൊക്കെയോ കമ്പനിയിൽ എന്തൊക്കെയോ പൈസ പോയാൽ പേടിക്കുക നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവും. അത് ഇതുപോലെ തന്നെയാണെന്ന് വിചാരിച്ചിട്ട് ഇതിന്റെ ഇൻകം പ്ലാന് ലീഡേഴ്സിനോട് പറയണം, വരച്ചിട്ട് ഇതിന്റെ ഓർഗ് എന്താ, ലെഫ്റ്റ് എന്താ, റൈറ്റ് എന്താ, ഇതെങ്ങനെയാ മാച്ച് ആകുന്നത്, അത് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ഇവിടുന്ന് പോകാവൂ. കാരണം ഈ ഐഡിയ അടിക്കാൻ മക്കളെ 1 മിനിറ്റ് ലേറ്റ് ആയി പോയാൽ, 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ ഒരാള് ഞാൻ ഒരേ സമയത്ത് കാസ്റ്റ് കേട്ടു, ഞാൻ ആദ്യം ഐഡിയ അടിച്ചു, നിങ്ങൾക്ക് പിന്നെ എപ്പോൾ അടിക്കാൻ പറ്റുക? എന്റെ സ്പോൺസറിൽ അടിക്കാൻ പറ്റൂ. അപ്പൊ നിങ്ങൾ 2 സൈഡോ എനിക്ക് 1 സൈഡല്ലേ? അന്ന് ദൈവവാക്യം എന്ന് പറയട്ടെ, ബെൽനി സാർ എന്നെ ഈ ബിസിനസ്സിൽ കൊണ്ടുവരുമ്പോ സമയത്ത് അയാൾ ഒരു ആത്മബന്ധം കൊണ്ട് ഐഡിയ അടിച്ച ശേഷം ഞാൻ സാധനം മേടിച്ചത്. ഐഡിയ അടിച്ചതിന് ശേഷം സാധനം മേടിച്ചത്. ഐഡിയ അടിച്ചതാണ് എന്റെ ഏറ്റവും വലിയ ഭാഗ്യം. ആ വ്യക്തിയിൽ എന്തെങ്കിലും ഒരു ആത്മബന്ധത്തിൽ എന്തെങ്കിലും ഒരു പോറൽ ഉണ്ടായിരുന്നെങ്കിൽ മക്കളെ, ഇന്ന് ഒരു സൈഡില് 54 കോടി BV, 54 കോടി BV അല്ല പ്രശ്നം. അതിന് 2 ITC ഉണ്ട്. CTC NTC മുതൽ എത്ര TC ഉണ്ടെന്ന് എനിക്ക് തന്നെ അറിയില്ല. സത്യം. അന്ന് ഞാൻ എന്തെങ്കിലും ഒരു വിഷമത്തിൽ ഐഡിയ വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലോ, ഒരു ആപ്പിളിൽ എത്ര കുരു ഉണ്ട് എന്ന് അറിയാൻ എന്താ ചെയ്യേണ്ടത്? ആപ്പിൾ ഒന്ന് മുറിച്ചു നോക്കിയാൽ പോരെ? കുരുവിൽ എത്ര ആപ്പിൾ ഉണ്ടാവും പറയാൻ പറ്റുമോ? ഇതേപോലെ നിങ്ങളെ ബന്ധുവിന്റെ സുഹൃത്തിന്റെ കെയർ ഓഫ് അതിന് ഉദാഹരണം ഞാൻ പറയട്ടെ. ഈ ബിസിനസ്സിൽ നിങ്ങളെ ദൈവം പരീക്ഷണം നടത്തിയിട്ട് എന്തെങ്കിലും തരും. ഞാൻ അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണ. ഞാൻ ഏറ്റവും വലിയ വിഷമം അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോ ഈ ബിസിനസ് നമ്മൾ സത്യസന്ധമായിട്ട് ഇഷ്ടപ്പെട്ട് സ്നേഹിച്ച് കണ്ടീഷൻ ഇല്ലാതെ സ്നേഹിക്കുകയാണെങ്കിൽ ദൈവം കൊണ്ടെത്തരുന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കെയർ ഓഫ്. ഞങ്ങളൊരു NTC ഷാഹിർ, അതിനോട് ഒരു NTC ആകാൻ പോകുന്നുണ്ട്. MBA കഴിഞ്ഞവനാ റമീസ് ഏറ്റവും അണ്ടറിലെ കെയർ ഓഫ് വന്ന സ്വന്തം അളിയനാണ് അയ്യൂബിന്റെ കെയർ ഓഫ് ഏതോ കെയർ ഓഫ് ഉസ്താദിന്റെ കെയർ ഓഫില് സ്വന്തം ഭാര്യയ്ക്ക് പീരീഡ്സ് ഉണ്ടാകുന്ന വേദനയ്ക്ക് ഒരു പ്രൊഡക്റ്റുമായി ഉപയോഗിച്ചു. അതാണ് നമ്മൾ ഉമർ ഉസ്താദിന്റെ മോള്. ആ ഉമർ ഉസ്താദിന്റെ മോള് പീരീഡ് സമയത്ത് ലൈവായിട്ട് ഈ പ്രൊഡക്റ്റും കൊണ്ട് കോവിഡ് ഉള്ള സമയത്ത് ഉപ്പ എന്റെ വേദനയ്ക്ക് വലിയ മാറ്റം ഉണ്ട്. എങ്ങനെ മാറ്റം? 13 വയസ്സിൽ തുടങ്ങിയ വേദന കല്യാണം കഴിച്ച് 2 കൊച്ചുകളായിട്ടും ആ വേദനയ്ക്ക് ഒരു മാറ്റം ഉണ്ടായിട്ടില്ല. ആ വേദനയ്ക്ക് ഒരു ബോട്ടിൽ കഴിച്ചിട്ട് മാറ്റമുണ്ട് എന്ന് പറഞ്ഞ സമയത്തില്ലേ നിങ്ങൾക്ക് മനസ്സിലായി? ഒരു ബോട്ടിലോട്ട് എങ്ങനെ മാറ്റം വരിക? ഒരു ബോട്ടിലോട്ട് എങ്ങനെ മാറ്റം വരുമോ? അപ്പൊ എന്തെങ്കിലും തോന്നിയ കാര്യം എന്താ? അപ്പൊ ഇത് ലൈവാണ്, ഇപ്പം പ്രശ്നമല്ല. ആ സമയത്താണ് ഉസ്താദ് റിവ്യൂ എടുക്കുന്നത്. യൂട്യൂബിലും ഫേസ്ബുക്കിലും കളിച്ച ഒരു അറിവുണ്ടല്ലോ, അത് ഗുണമായി. അപ്പൊ നോക്കി ഇത് ഭയങ്കര സംഭവമാണ്. അങ്ങനെ 50 റുപ്യന്റെ പ്രൊഡക്റ്റ് മേടിച്ച് സ്റ്റാറ്റസ് വെച്ചതാണ് എനിക്ക് ഒരു പ്രൊഡക്റ്റ് മാത്രം എനിക്ക് 14 കോടി ടേൺ ഓവർ തന്നത്. ഒറ്റ പ്രൊഡക്റ്റ്. നിങ്ങൾ ആലോചിച്ചു, കെയർ ഓഫ്. ഇപ്പൊ നിങ്ങളെ ബന്ധുക്കളും സുഹൃത്തുക്കളും ഇതിൽ വരാൻ തുടങ്ങി കഴിഞ്ഞാൽ ലിസ്റ്റ് ഉണ്ടാക്കാൻ പറഞ്ഞാൽ ബന്ധുക്കളൊക്കെ മരിച്ചുപോയി. ബന്ധുക്കളെന്ന് സാധനം ഓർമ്മ ഉണ്ടാവില്ല. സുഹൃത്തുക്കളോ സ്കൂളിൽ പഠിച്ചത് തന്നെ ഓർമ്മയില്ല. ഇവിടെയാണ് മാനേജ്മെന്റ് മനുഷ്യന്മാരെ നടുന്നത്. നിങ്ങൾ എല്ലാവരും പേസ്റ്റ് യൂസ് ചെയ്യുന്ന ഏതൊക്കെയോ കമ്പനിൻ്റെതാ. അവിടെ നിങ്ങളുടെ ഉള്ളിലേക്ക് ഈ ബിസിനസിന്റെ പ്രാധാന്യം എത്തിച്ചു കിട്ടിയാൽ നിങ്ങൾ റിസ്ക് എടുക്കും, നിങ്ങളെ സമയവും എടുക്കും, പൈസ ഉണ്ടാവും. അങ്ങനെ വേൾഡ് വൈഡ് ഡിസ്ട്രിബ്യൂഷൻ കിട്ടിയിരിക്കുന്നത്. ഇന്ത്യ രാജ്യത്ത് പുറത്തേക്ക് പോകാൻ തുടങ്ങുന്നു കമ്പനി. നിങ്ങളെ GCC കൺട്രിയിലാണ് നമ്മളെ ഏറ്റവും ചാൻസുള്ള നാടാട്ടോ ഇവിടെ. മലപ്പുറം ജില്ലയും ഈ ഏരിയ ഒക്കെ അല്ലേ
പണം ഉണ്ടാക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ വേർപ്പൊഴിച്ചത് ഗൾഫിൽ പോയിട്ടാ. അവിടെയാണ് നിങ്ങൾ അധ്വാനിച്ച വേദനയ്ക്ക് യാതനയ്ക്ക് പരിഹാരമായിട്ട് വരാൻ പോകുന്ന കച്ചവടമാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്. അതിന് മുമ്പിൽ നിൽക്കാനും പഠിക്കാനും നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്ന് വളരെ നല്ല രീതിയിൽ ഇന്ന് GTS നമുക്ക് വേണ്ടി പ്രസന്റ് ചെയ്ത സെമിനാർ നല്ലൊരു കയ്യടി കൊടുക്കും. അതുപോലെ മാസ്റ്റർ സെറമണി കൈകാര്യം ചെയ്ത ശരസാറിനും അതിലേറെ ഏറ്റവും അഭിമാനം. ഒരുപാട് ലീഡേഴ്സ് ഇതിനൊപ്പം നിന്ന് നിങ്ങൾക്കൊപ്പം നിൽക്കും, നിങ്ങളെ വിജയിക്കാൻ വേണ്ടി കൈപിടിക്കാനുണ്ട്. അവരൊക്കെ കൈപിടിച്ചോട്ടല്ലേ വന്നത്. അവർക്ക് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് പുതിയ ആളുകൾക്കും എല്ലാവർക്കും വലിയ മാറ്റം ഉണ്ടാക്കാൻ കഴിയട്ടെ എന്ന് ആശിച്ചുകൊണ്ട് ഇന്ന് എന്നെ ഇവിടെ എത്തിച്ചേർന്ന എല്ലാ ലീഡേഴ്സിനും എന്നെ കൊണ്ട് ക്ഷണിച്ച നമ്മുടെ ITC ലീഡർ സുരേഷ് സാറിനും എല്ലാ ലീഡർമാർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു വെരി മച്ച്. ജയ് ഹിന്ദ്, ജയ് ജയ് മൈ ലൈഫ്.